അങ്ങനെ ബിഗ് ബോസ് 8ാം സീസൺ മലയാളത്തിൽ തുടങ്ങാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയും ഒരു അപ്ഡേറ്റുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ജൂണിൽ തന്നെ ബിഗ് ബോസ് തുടങ്ങും. ഇനിയുള്ള 2-2.5 മാസം എല്ലാവരും ആ ഒരു കാര്യത്തിലേക്ക് തന്നെയായിരിക്കും നോക്കിയിരിക്കുക. ഇനിയുള്ള 100 ദിവസം എന്നത് വളരെയധികം പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. സാധാരണ മേയിൽ തുടങ്ങുന്ന ബിഗ് ബോസ് ഇപ്പോൾ ജൂണിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ബിഗ് ബോസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും വളരെ ആവേശഭരിതരായി പുതിയ മാറ്റങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണ്. എല്ലാ വർഷവും ഒട്ടനവധി താരങ്ങൾ എത്തുന്നത് കൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് അവരുടെ കൂടെയാണ്, മോഹൻലാൽ ഇവരുടെ കൂടെയാണ് എന്നൊരു പക്ഷം ആൾക്കാരെത്താറുണ്ട്. എന്നാൽ ഇത്തവണ അത് പറയാൻ സാധിക്കാത്ത രീതിയിൽ മോഹൻലാൽ തന്നെ അടിമുടി മാറ്റിയിരിക്കുകയാണ്. മോഹൻലാൽ പറയുന്നതനുസരിച്ചാണ് ഇപ്പോൾ ബിഗ് ബോസ് ടീം അംഗങ്ങൾ ഇത്തരത്തിലൊരു മാറ്റം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത് സാധാരണക്കാരായിട്ടാണ്. താരങ്ങൾ വളരെ കുറവായിരിക്കും. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ വിന്നറായി മാറിയത് ഒരു കോമണറായിരുന്നു. അതുപോലെ ഇത്തവണയും വിന്നറാകേണ്ടതും കൂടുതൽ കളിക്കേണ്ടതും സാധാരണക്കാരാണ് എന്നാണ് ഇവരുടെ തീരുമാനം. അതിൽ നിന്ന് തീരുമാനിച്ചു തന്നെയാണ് ഇത്രയും അധികം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഓരോ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. പ്രേക്ഷകരുടെ പ്രീതി കൂടി ലഭിക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. മോഹൻലാൽ ബിഗ് ബോസിൽ വരണമെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബിഗ് ബോസ് തന്നെ ഇത്തവണ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പല ഭാഷകളിലായി തന്നെ ബിഗ് ബോസ് പല ചാനലുകളിലും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഇത് 8ാമത്തെ സീസൺ മാത്രമാണ് ആയിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം തന്നെ മുൻപോട്ട് ആയിട്ടുണ്ട്. ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും ഒക്കെ തന്നെയും ഈ ഷോ ഉണ്ട്. എന്നാൽ കേരളക്കാർക്ക് ഈ ഷോ ചിലരിലെങ്കിലും വളരെയധികം വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പല സാധാരണ ആൾക്കാർക്കും വളരെയധികം ബിഗ് ബോസ് സഹായകരമായിട്ടുണ്ട് എന്ന് നമ്മൾ പലതായി കേട്ടിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ബിഗ് ബോസ് കാരണം ജീവിതം മാറിയവർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് കരുതി തന്നെയാണ് ഇത്തവണത്തെ ബിഗ് ബോസിൽ ഇത്തരമൊരു തീരുമാനം അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണക്കാരെ കൂടുതലും അതിൽ പ്രകടിപ്പിച്ച് അവരിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കി അവരിൽ നിന്ന് വിന്നറിനെ കണ്ടെത്താൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഏഷ്യാനെറ്റിൻ്റെ സീരിയലിൽ തന്നെ അഭിനയിച്ചവരൊക്കെ വരുന്നത് കൊണ്ട് ഏഷ്യാനെറ്റിന് തന്നെ അങ്ങനെ ഒരു ചീത്തപ്പേര് ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ആ ഒരു ചീത്തപ്പേരുൾപ്പെടെ മാറ്റാൻ സാധിക്കുന്ന ഒരു അവസരമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഏഷ്യാനെറ്റ് തന്നെ ഇതിനെ കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു മാറ്റം കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം തന്നെയാണ് ബിഗ് ബോസ് സീസൺ 8 മലയാളത്തിൻ്റെ പതിപ്പിനായി എല്ലാവരും കാത്തിരിക്കുമ്പോൾ കൂടുതൽ പേരും ചോദിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.